Hey guys, welcome back to another video. ബ്ലോഗ് അത് തന്നെ പരിപാടി ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഈ മാളുകളൊന്നും തുറക്കാതെ ഇത്ര രാവിലെ ഞാൻ എവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ പടത്തിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഖലീഫ മൂവിക്ക് ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയത്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആരെയും വിളിച്ചില്ല, ഒരു നെഞ്ചിനെ നോക്കിയില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്ത്. പക്ഷേ മൂന്നാമത്തെ റോയാണ് കിട്ടിയത്. പെട്ടെന്നാണ് ഫില്ലായിപ്പോയി, മൂന്നാമത്തെ റോ കിട്ടി. അപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്ക് PXL സ്ക്രീനിൽ ഫോർമൽ കാണാൻ വന്നിരിക്കുകയാണ്. അവർ 9 മണിക്കാണ്, 9 മണിക്ക് ഷോ. എന്താവും ഇങ്ങനെ അറിയാം, ഞാൻ ട്രെയിലറും കണ്ടിട്ടില്ല, ഒരു തേങ്ങ കണ്ടിട്ടില്ല, കാണാൻ തോന്നി, കാണാൻ വന്ന്. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഖലീഫ 9 മണിക്ക് ഫോറം മാൾ PXL സ്ക്രീനിൽ കണ്ടിറങ്ങിയിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച ഖലീഫ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, പടത്തിനെപ്പറ്റി പറയുന്ന മുമ്പ് എനിക്ക് പറയാനുള്ളത് പടത്തിലെ പാട്ടുകളും പാട്ടിലെ BGMകളും ഒരു സിനിമറ്റോഗ്രഫിയും അതൊക്കെയാണ് പറയാനുള്ളത്. സിനിമറ്റോഗ്രഫി ഒരുപാട് പ്രതീക്ഷിക്കുന്നത് എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, പാട്ടും BGMവും കിടിലം പാട്ടുകളും BGMൊക്കെ അതിനകത്തുള്ളത്. മഞ്ജുവളാണ് കനയാതെ മഞ്ജു, മഞ്ജുരാണെന്നുള്ള പാട്ട്, അത് കിടിലം പാട്ട്. അല്ലാണ്ട് വേറെ ഓപ്പണിങ്ങിലൊരു പാട്ടുണ്ട്, അതും നല്ല കിടിലം പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകളൊക്കെ നല്ല അതിഗംഭീരമായിട്ടും പൃഥ്വിരാജ് മരമനത്തിലെ BGMും ഒരു മാസ് സാധനമൊക്കെ വേറെ ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്യുവർലി പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് കുമാറിൻ്റെ ഒരു ഒരു ഓറയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് തുടക്കത്തിട്ട് അവസാനത്തിൻ്റെ അറ്റം വരെ പൃഥ്വിരാജിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഓറ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു മാസ് ഇതാണ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് ആണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് വരുന്ന ആൾക്ക് വലിയ പ്രാധാന്യം അതിനകത്തില്ല. എന്തിനാണ് ഒരു നായിക എന്നുള്ള ചോദ്യമാണ് അതിനകത്തുള്ളത്. വലിയ കാര്യമൊന്നും ഇല്ല അതിനകത്ത്. നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. 1-2 ഡയലോഗ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും 1-2 ഡയലോഗ് അത്രയ്ക്കേ ഉള്ളൂ. നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. നായകനാണ് പ്രാധാന്യം, ഫാമിലി മാനായിട്ടുള്ള നായകൻ, അതിൻ്റെ ഇതിൽ പോകുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരാളുണ്ടടി അതിൻ്റെ അകത്ത്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ. ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു മാസം ഉണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ കുറച്ച് മാസത്തിൻ്റെ ഒരു സാധനം വിളിച്ചു. ഇന്ദ്രൻ ചേട്ടൻ്റെ പോർഷനൊക്കെ വന്നതാണെങ്കിൽ എല്ലാണെങ്കിലും വേറെ ലെവലായിരുന്നു. പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, പഴയ ഒരു ഡോൺ സെറ്റപ്പിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല ഒരു മാസമായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തുള്ളത് ഇന്ദ്രൻ ചേട്ടന് കിടക്കിയിട്ടുണ്ട്. അത് പിന്നെ പുള്ളിക്കാരൻ കൊടുത്തേ കിടക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത് നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് പടം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിനകത്ത് വലിയ എന്താ പറയുക, നിങ്ങൾ സിനിമയിൽ പ്രതീക്ഷിച്ച് പോകുന്നൊരു സാധനം, ഒരു സ്റ്റോറി ടെല്ലിങ് സാധനം, ഒരു സ്റ്റോറി മെയിൻ്റെനൻസ് സംഭവങ്ങളൊന്നും വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനകത്ത് യാതൊരു സ്റ്റോറി ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം മൊത്തത്തിൽ പറയുന്നത് ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഈ പറയുന്നത്. അതിനകത്ത് ഗോൾഡ് സ്മഗ്ലിംഗ് റിലേറ്റഡ് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയൊരു പോർഷൻ പറയുന്നത് ഒരാളെ കാണിക്കുന്നുണ്ട്, ഒരാളുടെ പേര് മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന ആളെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന ആൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് എനിക്കപ്പോൾ തോന്നിയ സംഭവം എന്താ, ഇത് ഞാനൊരു ഫണ്ട് ഇരിക്കുന്നവരാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇതിനകത്ത് കയറ്റാൻ പറ്റിയൊരു പാട്ടുണ്ടായിരുന്നു. കട്ടവനാരപ്പ ആ സാധനമില്ലേ, ആ പാട്ടും കൂടെ ഇതിനകത്ത് വെച്ചിരുന്നത് കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്തായിട്ട് ബന്ധപ്പെട്ട കുറേ എലമെൻസുകൾ അതിനകത്ത് കുത്തിക്കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിറച്ച് പോകുന്നുണ്ട്. സ്വർണ്ണക്കടത്താണ് മെയിൻ്റെ കാണിക്കുന്നത്. സ്വർണ്ണം കടത്തുന്ന രീതികളും സ്വർണ്ണക്കടത്തായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കഥകളും പല സ്റ്റോറികളും നമുക്കറിയാവുന്നതും നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ അതാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു മെയിൻ സംഭവം. സ്വർണ്ണ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ. പിന്നെ പൃഥ്വിരാജിൻ്റെ എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ കുറച്ച് സ്ലോ മോഷൻ, കുറച്ച് മാസ്, ഇതാണ് അതിനകത്ത് കുറേ ആയിട്ടുള്ളത്. കുറേ സംഭവങ്ങൾ, അത് പൃഥ്വിരാജിൻ്റെ കുറേ മാസ് സംഭവങ്ങളും കാര്യങ്ങളും അതിനകത്തുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1-2 സീനുകൾ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള സീനുകളുണ്ട് ഫൈറ്റ് സീൻസ് എന്ന് പറയാനായിട്ട്. അല്ലാണ്ടെന്ന് പറയാനകത്ത് ഒരു പണ്ട് പൃഥ്വിരാജ് വന്ന സമയത്തുള്ള സംഭവങ്ങളുണ്ടായിരുന്നല്ലോ, കുറേ സ്ലോ മോഷൻ കുറേ ഇത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സെയിം മാറ്ററാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. സിൻസിയർലി എനിക്ക് തോന്നിയ സംഭവം. അല്ലാണ്ട് കഥയെന്ന് പറയാനായിട്ടോ ഒരു മാസം എന്ന് പറയാനായിട്ട് സംഭവങ്ങളൊക്കെ 1-2 തുമ്മിയ തെറിച്ച് 2 സീനുകളൊക്കെ മാത്രമേ ഉള്ളൂ ഈ മാസം എന്ന് പറയാനായിട്ട്. അല്ലാണ്ട് വലുതായിട്ട് തേങ്ങയില്ല. സിനിമാറ്റോഗ്രഫിയൊക്കെ കൊള്ളുക, എടുത്തു വെച്ചിരുന്ന രീതിയൊക്കെ കൊള്ളുക. അതായത് പല കഥകളും നീക്കുന്നൊരു ഇതൊന്നും കിട്ടുന്നില്ല. എന്താണ് സംഭവം ഒന്നും കിട്ടുന്നില്ല. ഒരു ചുമ്മാ ഒരുത്തം വന്നിച്ചും ഇതായിട്ടൊക്കെ പോവുക, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചില സീനുകളൊക്കെ ഒരു ആവശ്യമില്ലാത്ത സീനുകളൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ട്. എന്തിനാണോ കൊണ്ടുവന്ന് വെച്ചെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരു പോർഷൻ മൊത്തം പൃഥ്വിരാജ് കോട്ടിട്ട് വരുന്നു,
നടന്നു പോകുന്നു, മാസ് കാണിക്കുന്നു, കോട്ടിട്ട് വരുന്നു, വേറെ കോട്ടിടുന്നു, മാസ് കാണിക്കുന്നു, പോകുന്നു. അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കുറച്ചധികം അതിനകത്ത് വന്നിട്ടുള്ളതുകൊണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ എൻട്രി സീനകത്ത് വരുന്ന ഒരു ഫൈറ്റ് സീനോട് കൂടിയാണ് എൻട്രി വരുന്നത്. അതും അത്യാവശ്യം നല്ല ഒരു ഫൈറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫൈറ്റാണ്. നമ്മൾ ഇപ്പം ഇങ്ങനെ കിട്ടും, ഇപ്പം നടക്കും, ഇങ്ങനെ വരികത്ത് ഇതിനകത്ത് ഒന്നും ഇല്ലല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിക്ക് പോകാറുണ്ട് പല സംഭവങ്ങൾ. ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെക്റ്റേഷന് കിട്ടാത്തൊരു സംഭവങ്ങൾ കുറേ ഉണ്ട്. ഓവറോൾ പറയാമെന്നുണ്ടെങ്കിൽ പടത്തിനകത്ത് ഒരു ഗോൾഡ് സ്മഗ്ലേഴ്സിൻ്റെ കഥയാണ് പറയുന്നത്, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സാധനം, എൻ്റെ പൃഥ്വിരാജിൻ്റെ ഓറ പൊളിക്കുന്നൊരു സംഭവമാണ്. ഒരു സംഭവം ഉണ്ട് അതിനകത്ത്, അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോവാം. 2 ആൾക്കാരുണ്ട് അതിനകത്ത്, 2 പേര്. ആ 2 പേരും വന്ന്, 2 അല്ല, ഒരാൾ മെയിനായിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പം. എനിക്ക് തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താണ് സംഭവം എന്നുള്ളത്, എന്താണെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോകത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ റിവ്യൂ കണ്ടു ശേഷം നിങ്ങൾ പോയില്ലെങ്കിൽ ആ ഒരു സീനിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, എന്താണെന്നുള്ള പറയുന്നില്ല. ഒരു സീനുണ്ട്, ഒരു സീൻ വന്നിട്ട് എൻ്റെ മോന അതിൻ്റെ അത് വേറെ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ സീന് വന്നതോടുകൂടി പൃഥ്വിരാജിൻ്റെ സകല ഓറെ പൊളിച്ച് കൈപ്പോയ അവസ്ഥയിൽ പോയി. അങ്ങനത്തെ ഒരു മാസ് സാധനമായിരുന്നു അതിനകത്ത്, ഒരു കിടിലൻ മാസ് സാധനം. അതാരാന്ന് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതുകൊണ്ട് പിന്നെ വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഒരു ക്യാമിയോ ഇതിനകത്ത് വരുന്നുണ്ട്, അതും കൊള്ളാം. ആ ലുക്കും ആ ഒരു സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം കൊള്ളാം. കീഴിൽ അത് 2 സാധനത്തിനും രോമ എണീച്ചെന്ന് പറഞ്ഞാൽ രോമ എണീച്ചെന്ന് അമ്മാതിരി സാധനം. ആ ഒരു ഫീൽ മൊത്തത്തിൽ ഈ സിനിമ കൊണ്ടായിരുന്നെങ്കിൽ കിടിലായിട്ട് പോയേനെ. അല്ലാണ്ട് അതൊക്കെ പറയാനായിട്ടൊരു തേങ്ങ ഇല്ലത്തില്ല. എന്താ പറയുക, ഒരുത്തിന് എന്തോ എനിക്കറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. എന്തോ ഒരു സാധനം. സെക്കൻഡ് ഹാഫിലൊക്കെ ആണ്ട് ഇത്തിരി കുറച്ച് നല്ല സീൻസ്, ഒരു മാസ് സീനൊക്കെ ഉണ്ടായിരുന്നു. അത് കൊള്ളാം. നമുക്കൊരു ഒരു ഡോൺ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും നമുക്കൊരു മാസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മാസമായിട്ടൊക്കെ പ്രതീക്ഷിച്ച് പോകാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു സീനുണ്ട്, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോലും ക്ഷമിക്കണം. ഒരു സീനുണ്ട്, ആ സീൻ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. അപ്പം ഞാൻ ഇപ്പോഴും വരെ വെറുത്തെന്ന് പറഞ്ഞാൽ വെറുത്ത് സാധനമാണ്, അല്ലാണ്ട് വേറെ ഒന്ന് തേങ്ങ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഓണം റിലീസായിട്ട് ഇറങ്ങിയ പടങ്ങളിൽ മിക്കവാറും നാളെ ഇറങ്ങാൻ പോകുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റോ അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് മിക്കവാറും തൂക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഞാനെന്തായാലും ഇതിൻ്റെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഖലീഫ എന്ന പടം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ അങ്ങനെ പോയി കാണാം. പൃഥ്വിരാജിൻ്റെ പടം എന്ന് പറഞ്ഞ് മാസമായിരിക്കും ഇങ്ങനെ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചൊന്നുമില്ല. പൃഥ്വിരാജിൻ്റെ പടം ഇറങ്ങുന്നു, എനിക്കിപ്പോൾ ഞാനും ഫ്രീ ആണ്, എനിക്ക് പോയി കണ്ടിട്ട് നിങ്ങളോട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം എന്ന രീതിക്ക് ഞാൻ അങ്ങനെ പോയ ഒരാളാണ്. അല്ലാണ്ട് ഒരു എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നോർമലി ഒരു മൂവി കാണാൻ പോകുന്ന രീതിക്ക് ഞാൻ പോയി കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫൈറ്റ് സീനുകളും കുറച്ചൊരു മാസും പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സീനും കാണാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം, വേണമെങ്കിൽ. അല്ലാണ്ട് കാണണമെന്ന് ഞാൻ പറയൂല. ഞാൻ പറയില്ല, ആ ഒരു സീൻ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകും. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വളരെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ കണ്ടിരുവാണെങ്കിൽ നിങ്ങൾ കണ്ടതിൻ്റെ ഒപ്പീനിയനുകൾ കമൻറ്റ് ബോക്സിൽ പറയുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ വെച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു റിവ്യൂ വീഡിയോ. കൊള്ളാം, എന്തോ എനിക്കൊന്നും പടം കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലിറ്ററലി എനിക്ക് കിട്ടിയില്ല. അപ്പം മറ്റൊരു റിവ്യൂ വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.